സ്വരലയ നൃത്ത സംഗീത കലാലയത്തിൻ്റെ 20ാമത് വാർഷികാഘോഷ പരിപാടികൾ ഡിസംബർ 21 നടക്കും. രാവിലെ 10 മണിക്ക് സാംസ്കാരിക സമ്മേളനം പി.ജെ. ജോസഫ് എം.എൽ.എ. ഉദ്ഘാടനം ചെയ്യും. സ്വരലയ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന 100ഓളം കലാപരിപാടികളും ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി ഉണ്ടാകും. തൊടുപുഴ ആസ്ഥാനമായ സ്വരലയ സംഗീത കലാലയത്തിന്റെ വാർഷികാഘോഷ പരിപാടികൾ ഡിസംബർ 21 നടക്കും. രാവിലെ 9:30 മുതൽ ബംഗളൂർ ഷെറോൺ കൾച്ചറൽ സെന്ററിലാണ് പരിപാടി. രാവിലെ 10-ന് ബഹുഭാഷാ പണ്ഡിതൻ ഡോക്ടർ കെ.യു. ചാക്കോയുടെ അധ്യക്ഷതയിൽ സാംസ്കാരിക സമ്മേളനം ആരംഭിക്കും. മുൻമന്ത്രി പി.ജെ. ജോസഫ് എം.എൽ.എ. സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സുപ്രസിദ്ധ ചലച്ചിത്ര സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ മുഖ്യ അതിഥിയായി പങ്കെടുക്കും. നമ്മുടെ തുടക്കത്തിലുണ്ടായിരുന്നതിനേക്കാൾ 2-3 ബ്രാഞ്ചുകൾ കൂടി നമ്മുടെ സ്ഥാപനത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാ ബ്രാഞ്ചിലെയും വിദ്യാർത്ഥികളെയും രക്ഷകർത്താക്കളെയും എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ വിപുലമായ ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയായിട്ട് ആഘോഷിക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ബംഗളൂർ ഷെറോൺ കൾച്ചറൽ സെന്ററിൽ വെച്ചാണ് 2024 ഡിസംബർ 21 ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ രാത്രി ഏകദേശം 9 മണി വരെ നീണ്ടു നിൽക്കുന്ന വിപുലമായ ഒരു പരിപാടികളാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്ന സാംസ്കാരിക സമ്മേളനം നമ്മുടെ എം.എൽ.എ. മുൻ മന്ത്രിയുമായ ശ്രീ പി.ജെ. ജോസഫ് സാർ ഉദ്ഘാടനം ചെയ്യും. ഈ സാംസ്കാരിക സമ്മേളനത്തിൽ സുപ്രസിദ്ധ ചലച്ചിത്ര സംഗീത സംവിധായകൻ ശ്രീ വിദ്യാധരൻ മാസ്റ്റർ മുഖ്യ അതിഥിയായിരിക്കും. സ്വരലയ സാംസ്കാരിക വേദിയുടെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ഡോക്ടർ കെ.യു. ചാക്കോ ഇതിൻ്റെ അധ്യക്ഷത വഹിക്കും. അതുപോലെ കേരളത്തിലെ തൊടുപുഴയിലെ പ്രത്യേകിച്ച് തൊടുപുഴയിലെ സാംസ്കാരിക സാഹിത്യ രംഗങ്ങളിലുള്ള പ്രമുഖരായ വ്യക്തിത്വങ്ങളെല്ലാം നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതായിരിക്കും. തുടർന്ന് സംഗീത നൃത്താഭ്യാസ രംഗത്ത് സംഭാവനകൾ നൽകിയ തൊടുപുഴയിലെ സംഗീത നൃത്ത അധ്യാപകരെ ആദരിക്കും. ഈ വർഷത്തെ സ്വരലയ കീർത്തി പുരസ്കാരം തിരുവിഴ സുരേന്ദ്രന് നൽകി ആദരിക്കും. സാംസ്കാരിക സാഹിത്യ ചലച്ചിത്ര മേഖലകളിലെ പ്രമുഖർ പങ്കെടുക്കും. തുടർന്ന് വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന 100ഓളം കലാപരിപാടികളും ഉണ്ടായിരിക്കും. രാത്രി 9 മണിയോടെയാണ് പരിപാടികൾ അവസാനിക്കുന്നത്. പങ്കെടുക്കുന്നവർക്ക് വേണ്ടി വിഭവ വൈവിധ്യങ്ങളോടെ ഭക്ഷ്യമേളയും ഉണ്ടായിരിക്കുമെന്ന് സ്വരലയ അധികൃതരായ സുജിത് കൃഷ്ണൻ, അജിത് കൃഷ്ണൻ, ശ്രേയ സുജിത്ത്, ബിനോയ് തോമസ് എന്നിവർ പറഞ്ഞു.